ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ ഗ്രൂപ്പ് എന്നാൽ എന്താണ്, സാമൂഹ്യ സംഘം എന്നാൽ എന്താണ് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ സവിശേഷതകൾ പറഞ്ഞു, ക്വാസി ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു സാമൂഹ്യ സംഘം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ അതിലധികമോ വ്യക്തികൾ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം? സാമൂഹ്യ സംഘം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ് ക്വാസി ഗ്രൂപ്പ് എന്നുള്ളതാണ്. അർദ്ധസംഘങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് പ്രത്യേക സാഹചര്യങ്ങളിൽ ഒത്തുചേരാൻ ഇടയുള്ള പരസ്പരം നിശ്ചിത ബന്ധമൊന്നും ഇല്ലാത്ത വ്യക്തികളുടെ കൂട്ടത്തെയാണ് അർദ്ധസഞ്ചയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് തിയേറ്റർ, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, അവിടെയൊക്കെ ഒത്തുകൂടുന്ന കൂട്ടങ്ങളെയാണ് നമ്മൾ അർദ്ധസംഘങ്ങൾ അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ, സാമൂഹ്യ സംഘങ്ങളുടെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒരു തുടർച്ച പ്രദാനം ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും, നിശ്ചിത ഘടന ഉണ്ടായിരിക്കും, ദൃഢമായ പാരസ്പര്യ മാതൃക ഉണ്ടായിരിക്കും, നിശ്ചിത ഘടന ഉണ്ടായിരിക്കും, മറ്റംഗങ്ങളും അവരിൽ തന്നെ പെട്ടവരാണ്, തങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടവരാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കും. പിന്നെ പൊതുവായ താല്പര്യം ഉണ്ടായിരിക്കും അംഗങ്ങൾക്കിടയിൽ, പൊതുവായ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും എല്ലാം അവർക്കിടയിൽ ഉണ്ടായിരിക്കും. അതാണ് സോഷ്യൽ ഗ്രൂപ്പുകളുടെ പ്രധാന സവിശേഷതകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ വിവിധ തരം ഗ്രൂപ്പുകളെ കുറിച്ചാണ് പറയുന്നത്, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. അതില് പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, പ്രാഥമിക ഗ്രൂപ്പ് എന്നും ദ്വിതീയ ഗ്രൂപ്പ് എന്നും ഒരു തരം വരുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ഓർ അസോസിയേഷൻ, കമ്മ്യൂണിറ്റി സമുദായം, ആൻഡ് സൊസൈറ്റി ഓർ അസോസിയേഷൻ സമൂഹം അഥവാ അസോസിയേഷൻ, അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നത്. ദെൻ മൂന്നാമത്തെ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്, സ്വഗണവും അന്യഗണവും. ദെൻ പിയർ ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരുടെ, തുല്യരുടെ ഗ്രൂപ്പ് എന്നാണ് ഈ പിയർ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമപ്രായക്കാരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ തുല്യരുടെ ഗ്രൂപ്പ്, അതാണ് പിയർ ഗ്രൂപ്പ്. ദെൻ റെഫറൻസ് ഗ്രൂപ്പ്, സൂചിത ഗണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 5 തരത്തിലുള്ള ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി, കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്. അങ്ങനെയാണ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ വരുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, പ്രാഥമിക ഗ്രൂപ്പും ദ്വിതീയ ഗ്രൂപ്പും. ഇതിൽ എന്താണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് നോക്കാം. വികാരം കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളെയാണ് നമ്മൾ പ്രാഥമിക ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വികാരങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട, കണക്റ്റഡ് ബൈ ഇന്റിമേറ്റ്, അതാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1909 ചാൾസ് കൂളിയാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. പ്രൈമറി ഗ്രൂപ്പ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിക്കുന്നത് 1909 ചാൾസ് കൂളിയാണ്. പിന്നെ ഇതിലെ ആളുകൾക്ക് ഒരു മുഖാമുഖ ബന്ധം ഉണ്ടായിരിക്കും, ഉറ്റ ബന്ധം പുലർത്തുന്നവരായിരിക്കും, ഫേസ് ടു ഫേസ് കോപ്പറേഷൻ ഉണ്ടായിരിക്കും, ഫേസ് ടു ഫേസ് അസോസിയേഷൻ ഉണ്ടായിരിക്കും, അവരുടെ ഇടയിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കും. അംഗങ്ങൾക്ക് അന്യോന്യം ആത്മബന്ധവും സംഘബോധവും ഉണ്ടായിരിക്കും. ദ മെമ്പേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്സ് ഹാവ് ദ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ്, അവര് നമ്മളിൽ തന്നെ പെട്ടവരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കും. ഇതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതുകൂടാതെ നമുക്ക് വില്ലേജിനെ, അതേപോലെ തന്നെ ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് ഈ പ്രൈമറി ഗ്രൂപ്പിൽ പെടുത്താവുന്നതാണ്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് വികാരം കൊണ്ട് ബന്ധിക്കപ്പെട്ട ചെറിയ ഗ്രൂപ്പാണ്. മുഖബന്ധമുള്ളവരായിരിക്കും അതിലെ അംഗങ്ങൾ, ഉറ്റബന്ധം പുലർത്തുന്നവരായിരിക്കും അംഗങ്ങൾ. ഇതിലെ അംഗങ്ങൾക്ക് അന്യോന്യം ആത്മബന്ധവും സംഘബോധവും ഉണ്ടായിരിക്കും. വ്യക്തിനിഷ്ഠമായ ഗ്രൂപ്പാണ് ഈ പ്രൈമറി ഗ്രൂപ്പ്, വ്യക്തിനിഷ്ഠമായിരിക്കും. പിന്നെ ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഫാമിലി, വില്ലേജിനെയും ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സിനെ ഒക്കെ നമുക്ക് ഈ പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണമായി പറയാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വരുന്നത് സെക്കൻഡറി ഗ്രൂപ്പാണ്. സെക്കൻഡറി ഗ്രൂപ്പ്, ദ്വിതീയ ഗ്രൂപ്പ്, പതിവായി യോഗം ചേരുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു മാസത്തിലൊരിക്കൽ യോഗം ചേരുന്നുണ്ടായിരിക്കും. അതിനൊരു ഉദാഹരണമായി മാസത്തിലൊരിക്കൽ യോഗം ചേരുന്ന നിർവാഹക സമിതിയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇതിലെ അംഗങ്ങൾക്കിടയിൽ ഉറ്റബന്ധമൊന്നും ഉണ്ടായിരിക്കില്ല. പ്രൈമറി ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൽ ഉറ്റബന്ധമുണ്ടെങ്കിൽ ഈ ദ്വിതീയ ഗ്രൂപ്പില്, സെക്കൻഡറി ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിൽ ഉറ്റബന്ധം ഉണ്ടായിരിക്കില്ല. അവരൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒത്തുചേരുന്നുണ്ടായിരിക്കുക. പിന്നെ ഈ ഗ്രൂപ്പിലെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഔപചാരികവും പരോക്ഷവും അമൂർത്തവുമായിരിക്കും.
അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഒത്തുചേരുന്നത്. അവരുടെ ബന്ധം എന്ന് പറയുന്നത് ഔപചാരികമായിരിക്കും, പരോക്ഷമായിരിക്കും, അമൂർത്തവും ആയിരിക്കും. അവർ യോഗം ചേരുന്നത് പരസ്പര താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും. ക്ലബ്ബുകളിലെയും തൊഴിൽ സംഘടനയിലൊക്കെ അംഗങ്ങൾ ഈ സെക്കൻഡറി ഗ്രൂപ്പിലാണ് വരുന്നത്. സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് തന്നെ ചില സമയങ്ങളിൽ പ്രൈമറി ഗ്രൂപ്പ് വരാം. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലബ്ബുകളിലൊക്കെ ഒരേ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി ഗ്രൂപ്പിൽ തന്നെ ചില നേരത്ത് പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടാകാം. പിന്നെ നിർവാഹക അംഗങ്ങൾക്കിടയിൽ ഉറ്റബന്ധമുള്ള ഗ്രൂപ്പുകൾ ചില സമയത്ത് രൂപപ്പെട്ടേക്കാം. ഇതിനുള്ള ഉദാഹരണം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഉദാഹരണം ക്ലബ്ബുകൾ, തൊഴിൽ സംഘടനകളിലൊക്കെ ഉള്ള അംഗങ്ങൾ ഈ സെക്കൻഡറി ഗ്രൂപ്പിലാണ് വരുന്നത്. അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ യോഗം ചേരുന്ന നിർവാഹക സമിതിയൊക്കെ സെക്കൻഡറി ഗ്രൂപ്പിന് ഉദാഹരണമാണ്. ഇവർക്ക് അത്ര തന്നെ ഉത്തരവാദിത്വം ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, ലിമിറ്റഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. പിന്നെ ഇതിന്റെ സൈസ് റിലേറ്റീവ്ലി ലാർജ് ആയിരിക്കും. പ്രൈമറി ഗ്രൂപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പിന്റെ സൈസ് ഒന്നുകൂടി ലാർജ് ആയിരിക്കും. മെയിൻറ്റെയിൻ ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇവർ ഔപചാരികമായ ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക, അവരുടെ വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗോൾ ഓറിയന്റഡ് ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റേത് വ്യക്തിനിഷ്ഠമാണെങ്കിൽ ഇത് ഈ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലക്ഷ്യാധിഷ്ഠിതമായിരിക്കും, ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. ഇവിടെ ജോലിയുടെ കാര്യത്തിൽ കൃത്യമായ വിഭജനം ഉണ്ടായിരിക്കും. ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി വിഭജിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും. അതാണ് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും. ഇനി രണ്ടാമത്തെ പറയുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. സമുദായവും സമൂഹവും അഥവാ അസോസിയേഷനും. സമുദായവും സമൂഹവും. ഇതില് സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് പൊതുവായ താല്പര്യങ്ങളോടും പ്രവർത്തനങ്ങളോടും കൂടി ജീവിക്കുന്ന സാമൂഹിക സംഘങ്ങളാണ്. കമ്മ്യൂണിറ്റി ഈസ് ദ ലിവിംഗ് പോപ്പുലേഷൻ വിത്തിൻ എ ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ ക്യാരിയിങ് ഓൺ എ കോമൺ ഇൻട്രസ്റ്റ്. പൊതുവായ താല്പര്യത്തോടു കൂടി ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന സാമൂഹിക സംഘങ്ങളെയാണ് നമ്മൾ സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ ബന്ധം എന്ന് പറയുന്നത് ഹൈലി പേഴ്സണൽ ആയിരിക്കും. വ്യക്തിപരമായ ബന്ധമാണ് ഉണ്ടാവുക. ഇന്റിമേറ്റ് ബന്ധമായിരിക്കും, ഒരു ഉറ്റ ബന്ധം ഉണ്ടായിരിക്കും. പിന്നെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുക, ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുക. ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധമായിരിക്കും, ഉറ്റ ബന്ധം പുലർത്തുന്നുണ്ടായിരിക്കും, വ്യക്തിപര ബന്ധമായിരിക്കും. ഇതിനുള്ള ഒരു ഉദാഹരണമായി നമുക്ക് ഫാമിലി, അതേപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കള്, അടുത്ത ബന്ധുക്കള്, അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ, ഈ കമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സൊസൈറ്റി. സൊസൈറ്റി ഓർ അസോസിയേഷൻ. ഈ കമ്മ്യൂണിറ്റിയുടെ നേരെ വിപരീതമാണ് സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത്. മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ ശൃംഖലയാണ് സമൂഹം എന്ന് പറയുന്നത്. സൊസൈറ്റി ഓർ അസോസിയേഷൻ റെഫേഴ്സ് ടു എവറിത്തിങ് ഓപ്പോസിറ്റ് ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ നേരെ വിപരീതമാണ്. ഇതിലെ ബന്ധം എന്ന് പറയുന്നത് ഇംപേഴ്സണൽ ആയിരിക്കും, വ്യക്തിപരമല്ലാത്ത ബന്ധമായിരിക്കും. ദെൻ സൂപ്പർഫിഷ്യൽ ആൻഡ് ട്രാൻസിറ്ററി റിലേഷൻസ് ഓഫ് മോഡേൺ അർബൻ സൊസൈറ്റി. ഉപരിതല ബന്ധങ്ങൾ, അതേപോലെ തന്നെ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് ഈ സമൂഹമായി പറയാവുന്നതാണ്. സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ തമ്മിലുള്ള ഇഴയടുപ്പങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ ശൃംഖലയാണ് സമൂഹം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പായിട്ട്, പ്രാഥമിക സംഘങ്ങളായിട്ട് കുറച്ച് യോജിപ്പൊക്കെ ഉള്ളതാണ്. അതേപോലെ അസോസിയേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്രൂപ്പിനോട് സാദൃശ്യമുള്ള സംഘങ്ങളാണ്. അപ്പൊ രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും. സ്വഗണം, അന്യഗണം, ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ്. ഇതിൽ ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നുള്ള ഒരു ഐക്യബോധം പുലർത്തുന്നവരാണ് ഇൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വഗണം എന്ന് പറയുന്നത്. അവിടെ അംഗങ്ങളെ ഒരു കർത്തവ്യബോധമാണ് ബന്ധിപ്പിക്കുന്നത്. ഈ ഇൻ ഗ്രൂപ്പിലെ ആളുകളെ ഒരു കർത്തവ്യബോധമാണ് ബന്ധിപ്പിക്കുന്നത്. ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. സ്വന്തം എന്നുള്ളൊരു ബോധമാണ് ഈ സ്വഗണത്തിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രത്യേക സ്കൂളിലെ കുട്ടികള് സ്വഗണം, മറ്റ് സ്കൂളുകളിലെ കുട്ടികളെ അവര് അന്യഗണമായാണ് കണക്കാക്കുന്നത്. ഈ സ്വഗണത്തിലെ അംഗങ്ങൾ ഒരിക്കലും അന്യഗണത്തില് പെടുന്നില്ല. അപ്പൊ ഇതിനുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ലിമെന്റിലെ കുട്ടികളാണ്. അപ്പോൾ ലിമെന്റിലുള്ള നിങ്ങളാണ് ഇൻ ഗ്രൂപ്പ് എങ്കിൽ
അടുത്തുള്ള പട്ടാമ്പി സ്കൂളിലെ കുട്ടികൾ ഔട്ട് ഗ്രൂപ്പ്സ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വഗണം എന്ന് പറയുന്നത് നമ്മൾ എന്നുള്ള ഒരു ബോധമുള്ളവരാണ്. എന്നാൽ അന്യഗണോ അവർ എന്നാണ്. നിങ്ങൾ എപ്പോഴും അവരെങ്ങനെയാണ് പറയുക? അവർ എന്നല്ലേ പറയുക. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ എന്ന മറ്റു കുട്ടികളെ അവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിചാരമുള്ളവരാണ് അന്യഗണങ്ങൾ. അവർ ഗ്രൂപ്പുകളാണ് ഈ അന്യഗണങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ അംഗങ്ങൾ ഔപചാരികമായി സംഘടിക്കപ്പെടാറില്ല. അവരോട് മറ്റു ഗണങ്ങളിലെ ആളുകൾക്ക് അലംഭാവവും അകൽച്ചയും ഉണ്ടാവും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യമില്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, അവരോടൊരു അകൽച്ച ഉണ്ടായിരിക്കും. മറ്റ് സ്കൂളുകളിലെ കുട്ടികളോട് നിങ്ങൾക്കൊരു അകൽച്ച ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ അത് സംഘർഷഭരിതമാകാനും സാധ്യതയുണ്ട്. അവരെ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് സമീപിക്കാറുള്ളത്. അതാണ് അന്യഗണത്തിന്റെ പ്രത്യേകത. സ്വഗണം നമ്മൾ എന്നുള്ള ബോധമുള്ള ഗ്രൂപ്പ്, അന്യഗണം അവർ ഗ്രൂപ്പുകളാണ്. ഈ സ്വഗണത്തിലെ ആളുകളെ ഒന്നിച്ചു നിർത്തുന്നത് കർത്തവ്യബോധമാണ്. അവർ തമ്മിൽ ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഈ സ്വഗണത്തിലെ അംഗങ്ങൾ ഒരിക്കലും അന്യഗണത്തിൽ പെടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. സ്വഗണത്തിലെ അംഗങ്ങൾ അന്യഗണങ്ങളോട് ശത്രുത പ്രകടിപ്പിക്കാറാണ് പതിവ്. ഇതിനുള്ളൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് കുടിയേറ്റക്കാരെ പറയാവുന്നതാണ്, മൈഗ്രൻസിനെ പറയാവുന്നതാണ്, അന്യഗണത്തിന്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുനിന്ന് ഒരാൾ വന്ന് താമസിക്കുകയാണെങ്കിൽ അവരെ നമ്മളെപ്പോഴും വേറിട്ട് നിർത്തുന്നുണ്ടായിരിക്കും. അവരോടൊരു അകൽച്ച ഉണ്ടായിരിക്കും. ഈ മൈഗ്രൻസിനോട് ഒരു അകൽച്ച ഉണ്ടായിരിക്കും. അവരാണ് അപ്പോൾ ഔട്ട് ഗ്രൂപ്പ്സ്. നമ്മൾ ഇൻ ഗ്രൂപ്പും അവര് ഔട്ട് ഗ്രൂപ്പ്സും അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. അവരോടൊരു അകൽച്ച ഉണ്ടായിരിക്കും, അവരോട് ഒരു അലംഭാവം ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ അത് സംഘർഷത്തിലേക്ക് എത്തിക്കാറുണ്ടായിരിക്കും. അവരെപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു മുൻവിധിയോട് കൂടിയിട്ടായിരിക്കും അവരെ പലപ്പോഴും സമീപിക്കാറുള്ളത്. അതാണ് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും, സ്വഗണവും അന്യഗണവും. ഇനി അടുത്തത് വരുന്നത് റെഫറൻസ് ഗ്രൂപ്പ് അഥവാ സൂചിത ഗണം. അതെന്താണെന്നുള്ളത് നോക്കാം. ചില സമയങ്ങളിൽ ചില വ്യക്തികളുടെ പെരുമാറ്റവും ആ ഒരു മൂല്യമൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാവാറുണ്ട്. അപ്പൊ അത്തരം ആളുകളെ പലപ്പോഴും അനുകരിക്കാനുള്ള ഒരു മനോഭാവം ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് അനുകരണ സ്വഭാവമുള്ള ഒരു ജീവിയാണ്. അപ്പൊ മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ അനുകരിക്കണം എന്ന് ചില സമയങ്ങളിലൊക്കെ ആളുകൾക്ക് തോന്നാറുണ്ട്. അപ്പൊ അവരുടെ ജീവിതം കാണുമ്പോൾ അതെല്ലാം സ്വന്തം ജീവിതത്തിലേക്കും പകർത്തണം എന്നുള്ള ഒരു തോന്നല് ഉണ്ടാകുന്നുണ്ടാവും. അപ്പൊ അയാൾ മറ്റേ ആളെ അനുകരിക്കാൻ തുടങ്ങും. ഈ ഒരു സ്വഭാവത്തെയാണ് സൂചിത സ്വഭാവം എന്ന് അറിയപ്പെടുന്നത്. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് സൂചിത സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂചിത സ്വഭാവമുള്ള വ്യക്തി അയാളുടെ മാതൃകാ വ്യക്തികളുടെ മൂല്യങ്ങളും സ്വഭാവമെല്ലാം കൈക്കൊള്ളാൻ ശ്രമിക്കും. ഈ വ്യക്തികളെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെയാണ് സൂചിത ഗണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ആരെയാണോ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് അവരെയാണ് സൂചിത ഗണം അഥവാ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. The groups whose lifestyle are imitated by others are known as reference group. ആരുടെ സ്വഭാവം അല്ലെങ്കിൽ ആരുടെ ജീവിത ശൈലിയാണോ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ റഫറൻസ് ഗ്രൂപ്പ് അഥവാ സൂചിത ഗണം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പലപ്പോഴും സിനിമാ നടന്മാരുടെ അതേപോലെ തന്നെ സിനിമാ നടിമാരുടെ ആക്ടേഴ്സിന്റെ ആക്ട്രസിന്റെ ഒക്കെ ലൈഫ് സ്റ്റൈല് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, അവരെ ഈ ഫിലിം ആക്ടേഴ്സിനൊക്കെ നമുക്ക് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാവുന്നതാണ്. അതേപോലെ തന്നെ കോളനിവൽക്കരണ സമയത്ത് പല ഇന്ത്യൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പലരും ഈ ഇംഗ്ലീഷുകാരെ അനുകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഇടത്തരക്കാരായിട്ടുള്ള ഇന്ത്യക്കാര്. അതും നമുക്ക് ഇതിന് ഉദാഹരണം പറയാം. പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഇടത്തരക്കാരായ ഇന്ത്യക്കാര് ഇംഗ്ലീഷുകാരെ അനുകരിക്കാൻ ശ്രമിച്ച സമയത്ത് സ്ത്രീകൾ ബ്രിട്ടീഷ് വനിതകളെ അനുകരിക്കുന്നതിനോട് ഇന്ത്യൻ പുരുഷന്മാർക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. സ്ത്രീകൾ എപ്പോഴും ഭാരതീയരായി തന്നെ നിലനിൽക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഉണ്ടായിരുന്നത്, പുരുഷന്മാരുടെ ആവശ്യം ഉണ്ടായിരുന്നത്. അതുകൂടി ഒന്ന് ഇവിടെ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് മനസ്സിലായി കാണും. റെഫറൻസ് ഗ്രൂപ്പ്, the groups whose lifestyle are imitated by others, that is known as reference group. ആരുടെ ജീവിത ശൈലിയാണോ അനുകരിക്കാൻ ശ്രമിക്കുന്നത് അവരെ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. അടുത്തതാണ് പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ തുല്യരുടെ ഗ്രൂപ്പ്. അതായത് ഇതൊരു തരം പ്രൈമറി ഗ്രൂപ്പ് തന്നെയാണ്.
ഒരു പ്രാഥമിക സംഘം തന്നെയാണ് ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരേ പ്രായം, പദവി, താല്പര്യങ്ങൾ എന്നിവയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സമകാലികരായ വ്യക്തികളായിരിക്കും ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ. ഇതിനൊരു ഉദാഹരണമായിട്ട് ക്ലാസ്മേറ്റ്സ്, സ്കൂൾമേറ്റ്സ്, സഹപാഠികളൊക്കെ നമുക്ക് ഇതിന് ഉദാഹരണം പറയാം. പിന്നെ ഒരേ കളിസ്ഥലത്തിൽ കളിക്കാൻ എത്തുന്നവരെയും നമുക്ക് ഈ പിയർ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. കുട്ടികൾ പലപ്പോഴും സംസ്കാരം പഠിക്കുന്നത് ഈ പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും. അവരുടെ സംസ്കാരം പഠിക്കുന്നതും അതേപോലെ തന്നെ അവരുടെ സ്വഭാവം രൂപം കൊള്ളുന്നതും ഈ പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും. രക്ഷിതാക്കളെക്കാൾ കൂടുതൽ സ്വാധീനമുള്ളത് ഈ പിയർ ഗ്രൂപ്പിനായിരിക്കും. അതാണ് പിയർ ഗ്രൂപ്പ്. തുല്യരുടെ ഗ്രൂപ്പ് എന്നാണ് പിയർ ഗ്രൂപ്പിന് അർത്ഥം. ഒരേ പ്രായം, ഒരേ പദവി, ഒരേ താല്പര്യങ്ങൾ ഉള്ളവരുടെ ഗ്രൂപ്പാണ് പിയർ ഗ്രൂപ്പ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണെന്ന് പറയാനുള്ളത്. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആണ് പറഞ്ഞത്. പ്രൈമറി, സെക്കൻഡറി, കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്, അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈമറി, സെക്കൻഡറി, പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, സമുദായവും സമൂഹവും, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, സ്വഗണം, അന്യഗണം, റെഫറൻസ് ഗ്രൂപ്പ്, സൂചിതഗണം, പിയർ ഗ്രൂപ്പ്, തുല്യരുടെ ഗ്രൂപ്പ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.